വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫിസിക്സ് സെർച്ച് 8085-ൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അല്ലാതെ 2 വീഡിയോ കൂടി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ ആ വീഡിയോ കണ്ട ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 8085-ൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറിലെ രജിസ്റ്റേഴ്സിലെ രണ്ടാമത്തെ ടൈപ്പ്. ആദ്യത്തെ അക്യൂമുലേറ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇതിനകത്ത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനകത്ത് 6 രജിസ്റ്ററുകളുണ്ട്. അത് 8 ബിറ്റിലുള്ളവയാണ്. അതിനെ ബി, സി, ഡി, ഇ, എച്ച് ആൻഡ് എൽ രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഈ രജിസ്റ്റേഴ്സ് പെയർഡായിട്ടും കാണപ്പെടാറുണ്ട്. അതായത് കോമ്പിനേഷൻ ഫോമിൽ ബി, സി, ഡി, ഇ, എച്ച്, എൽ എന്നീ ഫോമുകളിലാണ് കാണപ്പെടുന്നത്. കോമ്പിനേഷനിലാകുന്ന സമയത്ത് അത് 16 ബിറ്റ് രജിസ്റ്ററായാണ് കാണുന്നത്. ഓരോന്നും 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. കോമ്പിനേഷനിലേക്കാകുമ്പോൾ അത് 16 ബിറ്റ് രജിസ്റ്ററിലേക്കാകുന്നു. ഇനി ഈ രജിസ്റ്റേഴ്സിനെ ബി, സി, ഡി, ഇ, എച്ച്, എൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ എച്ച്, എൽ പെയർ രജിസ്റ്ററിനെ ഒരു മെമ്മറി പോയിൻ്ററായിട്ടോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനായിട്ടോ ഉപയോഗിക്കാറുണ്ട്. രജിസ്റ്റേഴ്സിലെ ജനറൽ പർപ്പസ് രജിസ്റ്ററും അക്യൂമുലേറ്ററും പ്രോഗ്രാമർക്ക് അക്സസിബിളാണ്. അതുപോലെ തന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റർ ഡേറ്റ സ്റ്റോർ ചെയ്യാനും, നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം എഴുതിയാൽ ആ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യാനും ഡേറ്റ സ്റ്റോർ ചെയ്യാനുമാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൽ 6 രജിസ്റ്റേഴ്സ് ഉണ്ട്. ബി, സി, ഡി, ഇ, എച്ച്, എൽ ഓരോന്നും 8 ബിറ്റാണ്. കോമ്പിനേഷൻ ഫോമിൽ ഇത് അവൈലബിൾ ആണ്. കോമ്പിനേഷൻ ആകുമ്പോൾ ഇത് 16 ബിറ്റ് രജിസ്റ്ററാണ്. ഇതിൽ ബി, സി, ഡി, ഇ, എച്ച്, എൽ ഇങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള രജിസ്റ്റർ പെയേഴ്സ്. എച്ച്, എൽ പെയർ മെമ്മറി പോയിൻ്ററായിട്ടോ അല്ലെങ്കിൽ 16 ബിറ്റ് അഡ്രസ് മെമ്മറി ലൊക്കേഷനായിട്ടോ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റേഴ്സിലെ ജനറൽ പർപ്പസ് രജിസ്റ്ററും അതുപോലെ അക്യൂമുലേറ്ററും പ്രോഗ്രാമർക്ക് അക്സസിബിളാണ്. അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും എഴുതുന്ന പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്